ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബാങ്കിൽ ലോൺ എടുക്കുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോണത്. ഇത് ശരിക്കും വേറെ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതാണ്, പക്ഷെ നമ്മളതൊരു എക്സലിലേക്ക് ഒരു വർക്കാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും. ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,50,000 രൂപയാണ് ഞാൻ ലോൺ എടുത്തത്. ബാങ്കിൽ പോയിട്ട് 1,50,000 രൂപ ഞാൻ ലോൺ എടുത്തു. ഇൻട്രസ്റ്റ് 12% പലിശ നമ്മൾ ബാങ്കിന് കൊടുക്കണം. 12% പലിശ കൊടുക്കണം. ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് 12 മാസം കൊണ്ട്, അതായത് 12 മാസം കൊണ്ടാണ് നമുക്ക് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ നിങ്ങൾ മന്ത് എന്നുള്ളത് കൊടുക്കുന്നത് എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വെച്ചാൽ കാൽക്കുലേഷൻസിലേക്ക് നമുക്കത് 12 മാസം എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നെ മന്ത് എന്നുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? സൗണ്ടൊക്കെ ക്ലിയർ ആണല്ലോ? ക്ലിയർ സർ. ഓക്കെ. ഇനി മന്ത്ലി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം എത്ര രൂപ അടയ്ക്കണം എന്നാലും. അപ്പോൾ നമ്മൾ മുതലായിട്ട് എത്ര രൂപ അടയ്ക്കണം? പലിശ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മുതലായിട്ട് നമ്മൾ എത്ര രൂപ അടയ്ക്കണം? എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുതലായിട്ട് എന്താ അടയ്ക്കേണ്ടി വരിക? പറയും. 1,50,000 രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 12 മാസം കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസം പലിശ കൂട്ടണ്ട, അല്ലാതെ മാസം എത്ര രൂപ അടയ്ക്കണം ബാങ്കിൽ? എങ്ങനെ കാണുക? പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എങ്ങനെ കാണുക? അപ്പോൾ നമ്മളോട് ഒരാൾ പറയാണ് 1000 രൂപ ഓക്കെ 10 മാസം കൊണ്ട് അടച്ചാൽ മതി. നിങ്ങൾ എത്ര രൂപ വെച്ച് അടയ്ക്കും? എത്ര രൂപ വെച്ചിട്ട് കൊടുക്കും? 1000 രൂപ ഒരാൾ തന്നിട്ട് പറയുകയാണ് ഇത് 10 മാസം കൊണ്ട് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഓരോ മാസം എത്ര രൂപ വെച്ച് കൊടുക്കും നിങ്ങൾ? 100 രൂപ വെച്ച് കൊടുക്കും. ഇവിടെ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾ ഈക്വൽ ടു 1000 ഹരിക്കണം 10 ആണല്ലോ. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് കാണണം? ഈക്വൽ ടു 1,50,000 ഹരിക്കണം 12. അതായത് 12,500 രൂപ നമ്മൾ എന്ത് ചെയ്യണം? മുതൽ കൊടുക്കണം. മുതലായിട്ട് മാസം 12,500 രൂപ അടയ്ക്കണം. ഈ ഭാഗം ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് പറയുകയാണ് സീരിയൽ നമ്പർ SL നമ്പർ ഓപ്പണിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ്. ശ്രദ്ധിക്കാം. ഓക്കെ. ഇവിടെ സീരിയൽ നമ്പർ നമ്മൾ എത്ര അടവ് വേണം? 4. അങ്ങനെ 12 അടവ് കൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 12 അടവ് കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈക്വൽ ടു 1,50,000 എന്നുള്ളതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ അല്ലേ? 1,50,000 രൂപ എന്നുള്ളതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ ആണല്ലോ? എൻ്റർ അടിച്ചു കൊടുത്തു. അതായത് ഇവിടെ അടയ്ക്കുന്ന ലോൺ എമൗണ്ട് ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ. ഇൻട്രസ്റ്റ് എത്ര ശതമാനം? ഈക്വൽ ടു 1,50,000 ഇൻറ്റു 12%. അതെന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? 1,50,000 ഇൻറ്റു 12%
ഹരിക്കണം 12. അതായത് 12 മാസം കൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. 1,50,000 രൂപയുടെ 12% പലിശ. 12% പലിശ. അത് 12 മാസം കൊണ്ട് അടച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? 1,50,000 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12. ക്ലിയർ അല്ലേ? അപ്പോൾ 1,500 രൂപയാണ് നമ്മൾ ആദ്യത്തെ മാസം അടയ്ക്കേണ്ടത്. നമ്മൾ ബാങ്കിൽ എത്ര രൂപ ശരിക്കും അടയ്ക്കണം? 12,500 പ്ലസ് 1,500. ക്ലിയർ അല്ലേ? 12,500 പ്ലസ് 1,500 കൂടിയിട്ട് നമ്മൾ അടയ്ക്കുക. 12,500 പ്ലസ് 1,500 കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 14,000 ഓട്ടോമാറ്റിക്കായിട്ട് 14,000 നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യും. ഓക്കെ. ആദ്യത്തെ മാസം നമ്മൾ ബാങ്കിൽ പോയി അടയ്ക്കേണ്ട പൈസ 14,000 രൂപയാണ്. അതായത് 12,500 രൂപ മുതലേ 1,500 രൂപ പലിശ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? ഈക്വൽ ടു ഓപ്പണിംഗ് ബാലൻസ് മൈനസ് മന്ത്ലി പെയ്ഡ്. മനസ്സിലായ? അതായത് ഒരടവല്ലേ കുറയ്ക്കാൻ പാടുള്ളൂ. നമ്മളിതിൽ പലിശ കൂട്ടിയിട്ടില്ലല്ലോ. 1,50,000 കൂടെ അതിൻ്റെ പലിശ കൂട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഒരടവേ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 1,50,000 നിന്ന് മന്ത്ലി പെയ്ഡ് മാത്രം മൈനസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ക്ലിയർ സാർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? 7,500 അല്ലേ? ഈക്വൽ ടു ആദ്യത്തെ ക്ലോസിംഗ് ബാലൻസ്. മനസ്സിലായല്ലോ? ഈക്വൽ ടു എന്ന് അടിച്ചിട്ട് ആ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റർ അടിച്ചു കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലോസിംഗ് ബാലൻസ് ആണെന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ. അടുത്തത് എന്താണ്? ഇനി നമുക്ക് എക്സലിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി അല്ലേ? എക്സലിൽ ശരിക്കും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടണ്ടേ? ഇത് നമ്മൾ 12 ഡ്രാഗ് ചെയ്തപ്പോൾ തെറ്റാണ് വന്നിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ മാസം 1,500 രൂപ പലിശ, രണ്ടാമത്തെ മാസം 132 രൂപ. തെറ്റാണ്. എന്താണ് തെറ്റാൻ കാരണം? എന്താണ് ഇത് തെറ്റാനായിട്ട് കാരണം? ഇവിടെ എന്താ നമ്മൾ ഇക്വേഷൻ ചെയ്തത്? 1,50,000 ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3. ക്ലിയർ അല്ലേ? അതിന് പകരം ഇവിടെ എന്താ ഉണ്ടായത്? 1,37,500 ഇൻറ്റു ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ B3 ഡിവൈഡഡ് ബൈ B4 ആയി. നമ്മൾ ഓരോന്നും ഇങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യും തോറും നമ്മൾ കൊടുത്ത ഇക്വേഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് വന്നോട്ട്. മനസ്സിലായ? ഇവിടെ നോക്കൂ 1,50,000 ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3. അതായത് 1,50,000 12% ഹരിക്കണം 12. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? 1,37,500 ഇൻറ്റു B3 ഡിവൈഡഡ് ബൈ B4 ആയി മാറി. ശരിക്ക് B2 ഡിവൈഡഡ് ബൈ B3 തന്നെയാണ് വേണ്ടത് അല്ലേ? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയാണ് വേണ്ടത് അല്ലേ? അതിന് പകരം ഇവിടെ എന്തായി? ഒരെണ്ണം അടിക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ 12 ഹരിക്കണം 12,500 ആയി മാറി. താഴ്ത്തിക്ക് എത്തിയപ്പോൾ എന്തുണ്ടായത് നോക്കിയൊക്കെ? ഇത് റെഡിയാണ്. C9 എന്നുള്ളത് ശരിയാണ്. ഇൻറ്റു B4 ഡിവൈഡഡ് ബൈ B5 ആയി. അതായത് 12,500 ഹരിക്കണം ഒന്നുമില്ലാത്തൊരു സെല്ലിനെയാണ് ഹരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സലിൽ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊരു ടോപ്പിക് പറഞ്ഞിരുന്നു. ഡോളർ കോൺസ്റ്റന്റ് ആക്കണ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ സെല്ലുകൾ മാറരുത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുകൾ മാറരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതിനാണ് നമ്മൾ ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കണേ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ഏതിനാണ് ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കേണ്ടത്? ഇതിലേതിനാണ് ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക? നിങ്ങൾ പറയും. ഏതാണ് ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെല്ല്? ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെല്ല്? ഏതാണ് സ്ഥിരമായിട്ട് എല്ലാ സെല്ലുകളിലും ഉപയോഗിക്കുന്ന സെല്ല്? ഏതാണ് പറയൂ? B2 ആണ്. അപ്പോൾ B2ൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾ ഡോളറിൻ്റെ സിമ്പിൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് 4 അടിക്കാം. അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിയുടെ മുന്നിലും ഡോളർ അടിക്കണം, 2ൻ്റെ മുന്നിലും ഡോളർ അടിക്കണം. അതിന് എളുപ്പ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ കീബോർഡിന് മുകളിൽ F4 എന്നുള്ള ബട്ടൺ അടിച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. ബിയുടെ മുന്നിലും ഡോളർ വന്നു, 2ൻ്റെ മുന്നിലും ഡോളർ വന്നു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ?
മനസ്സിലായി സാർ. ഇനി നമ്മൾ അടുത്തതിന് ഏതിന് ഡോളർ കൊടുക്കണം? ഇനി ഏതിനാ ഡോളർ കൊടുക്കേണ്ടത്? അതിൽ ഇനി ഏതിനാ ഡോളർ കൊടുക്കേണ്ടത്? വേറെ ഏതിനേലും കൊടുക്കണം. C7 ഉണ്ട്, B3 ഉണ്ട്. ഇതിലേതെങ്കിലും കോൺസ്റ്റന്റ് ആണോ? പറഞ്ഞോളൂ. B3 കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതെ. അതായത് 1,50,000 ഇൻറ്റു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. അടുത്തതിൽ വരുമ്പോൾ 1,35,000 ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3 തന്നെയാണ് വരിക. അടുത്തതിൽ വരുമ്പോൾ അടുത്ത സെല്ല് ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3 തന്നെയാണ് വരിക. അടുത്ത സെല്ലിൽ എത്തുമ്പോൾ അടുത്ത സെല്ല് ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3 തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ ഈ B2 B3 എന്നുള്ള അതായത് ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടിനും ഞാൻ ഡോളർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇൻസ്റ്റാൾമെൻറ്റിൽ ഏതാണ് കോൺസ്റ്റൻറ്റ്? ഇൻസ്റ്റാൾമെൻറ്റിൽ ഏതാണ് കോൺസ്റ്റൻറ്റ്? ഏതാണ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സെല്ല്? പറയൂ. രണ്ട് സെല്ലാണുള്ളത്. ഏതൊക്കെയുള്ളത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുള്ളത്? മന്ത്ലി പെയ്ഡും ഉണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. അതിൽ ഏതാണ് സ്ഥിരമായിട്ട് എല്ലാ സെല്ലുകളിലും ഉപയോഗിക്കുക? അതായത് എല്ലാ അടവുകളിലും നമ്മൾ അതിൽ ഏത് ഭാഗമാണ് എല്ലാ പ്രാവശ്യവും ഒരേ എമൗണ്ട് യൂസ് ചെയ്യുക? ഇൻട്രസ്റ്റ് അല്ലല്ലോ. അതായത് 12,500 നമ്മൾ ആദ്യത്തെ അടവിലും അടയ്ക്കുന്നത് 12,500 പ്ലസ് പലിശ. രണ്ടാമതും ബാങ്കിൽ പോയി അടയ്ക്കുമ്പോഴും 12,500 പ്ലസ് പലിശ. മനസ്സിലായല്ലോ? 1,37,500 പലിശ വരുള്ളൂ. മറ്റേത് 1,50,000 പലിശ വരും. അപ്പോൾ പലിശകൾ ഇങ്ങനെ മാറി 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 വരും. അടവുകൾ ഇങ്ങനെ കുറയും തോറും പലിശകൾ മാറി 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 വന്നുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? എന്നാൽ ഇതിലെ എന്ത് മാറില്ല? ഈ അടവ് 12,500 എന്നുള്ള അടവ് എന്ത് ചെയ്യില്ല? ഒരിക്കലും മാറില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ ഏത് സെല്ലിനാണ് നമ്മൾ ഡോളർ കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞ ഏത് സെല്ലിനാണ്? B4-നാണ് ഡോളർ കൊടുക്കേണ്ടത്. ഓക്കെ. ഇതിനേതിനാണ് ഡോളർ കൊടുക്കേണ്ടത്? ഇതിലേത് സെല്ലാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സെല്ല്? ഏതാണ്? അല്ല, B4 തന്നെയാണ്. കാരണം എന്താ? ഓപ്പണിംഗ് ബാലൻസ് -12,500, അടുത്ത ഓപ്പണിംഗ് ബാലൻസ് -12,500, അടുത്ത ഓപ്പണിംഗ് ബാലൻസ് -12,500. അപ്പോൾ 12,500 എന്നുള്ള സെല്ലാണ് അതിൽ കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിന് ഞാൻ ഡോളർ ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത്ര നേരം ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയാണ്. ഇനി ഞാൻ ഇതിനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പഠിക്കാൻ പാടില്ല. ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസിൽ നമ്മൾ മേലെന്ന് എടുക്കണ ഭാഗം ഉണ്ടല്ലോ, ഈ കാണുന്ന ടോപ്പിക്കിലെ ഈ കാണുന്ന മേലെ നിന്ന് എടുക്കണ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ സെല്ലുകൾക്കാണ് എപ്പോഴും ഡോളർ കൊടുക്കേണ്ടതായിട്ട് വരിക. നോക്കി നോക്കി നിങ്ങൾ കളർ നോക്കി നോക്കി. ഇനി റോസ്, വയലറ്റ്, നീലയാണ്. 1,50,000 കളർ നീലയാണ്. നീല, റോസ്, ചുവപ്പ് പറയാം, ചുവപ്പ്, വയലറ്റ്. ക്ലിയർ ആണല്ലോ? ചുവപ്പിനും വയലറ്റിനും അല്ലേ നമ്മളിവിടെ ഡോളർ കൊടുത്തുള്ളത്. ഇനി ഇവിടെ നോക്കി നോക്കി നിങ്ങൾ ആ മേലെന്ന് എടുത്തിട്ടുള്ള ആ ഡോളർ സിംബലിന്റെ മുന്നിൽ വേറെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഈക്വൽ ടു ആണല്ലോ. മുന്നേ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റില് 1,50,000 ഫോർമുല അല്ലേ? ഫോർമുലയാണ്. 1,50,000 ഇൻറ്റു 12% ഇൻറ്റു 1,50,000 ഇൻറ്റു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. മനസ്സിലായില്ലേ? അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫോർമുലയാണ്. അതിൽ ആ B2-ൻ്റെയും B3-ൻ്റെയും മുന്നിൽ നമ്മൾ ഡോളർ കൊടുത്തു മാത്രം. ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ ഈ നീല കളറിലാണ് ഡോളർ കൊടുത്തത്. കണ്ടല്ലോ? ഇവിടെ എന്ത് കൊടുത്തു? ഈ ചുവപ്പ് കളറാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് അല്ലേ? ചുവപ്പ് കളറിന്, അതായത് സ്ഥിരമായിട്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന സെല്ലുകളുടെ മുന്നിലാണ് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്തത്. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായ? ഇനി ഈ സെല്ല് നമ്മൾ ഓക്കെ, അതായത് ആദ്യത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെല്ല് മാത്രം പിടിച്ച് നിങ്ങൾ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക.
ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒന്നാമത്തെ സെല്ല് ഡ്രാഗ് ചെയ്യരുത്, ഇതിന് മാത്രം കേട്ടോ. ഇതിന് നമ്മളിപ്പോൾ ഈക്വൽ ടു ഈ സെല്ല് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന സെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വരും, ഇവിടെ വരുന്ന സെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വരും, ഇവിടെ വരുന്ന സെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വരും. കണ്ടീഷൻസ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതിനെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് നോക്കൂ, ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കൂ, ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കി. മനസ്സിലായ? നമ്മുടെ ഉത്തരം ശരിയായതണ്ട. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? സീരിയൽ നമ്പർ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ്. ഒന്നാമത്തെ ദിവസം ബാങ്കിൽ ബാധ്യത നമ്മൾ 1,50,000 രൂപയാണ്. ഇൻട്രസ്റ്റ് 1,500 രൂപ അടയ്ക്കണം. അതായത് 1,50,000 ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3. അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ട പൈസ 14,000 ആണ്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ ബാലൻസ് വരുന്ന ക്ലോസിംഗ് ബാലൻസ് വരുന്ന 1,37,500 രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് പലിശ അങ്ങനെ കുറഞ്ഞു. പലിശ 2 തരത്തിലുണ്ട് പലിശകൾ. അറിയില്ലേ നിങ്ങൾക്ക്? 2 തരത്തിൽ പലിശകളുണ്ട്. 2 തരത്തിൽ എങ്ങനെയാണ് പലിശകൾ? ഒന്ന്, നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? 10,000 രൂപ വെച്ച് മാസം പലിശ അടയ്ക്കുന്ന കമ്പനികളുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അതേപോലെ ബാങ്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടേ വരുള്ളൂ. ക്ലിയർ ആണ്? ബാങ്കിൽ നമ്മൾ എത്ര രൂപ ബാങ്കിൽ ബാധ്യത ഉണ്ട്, ആ ബാധ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് എന്ത് വരിക? നമ്മുടെ ഇൻട്രസ്റ്റ് വരിക. മനസ്സിലായ? ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് അടിച്ചു നോക്കിയേ. 3 ലക്ഷം എന്ന് കൊടുത്തു ഞാൻ. കണക്കെന്തായി? 3 ലക്ഷത്തിൻ്റെ കണക്കായിട്ട് മാറി. മനസ്സിലായ? ഇവിടെ ഞാൻ 24 കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 അടവ് വരെ 24 ആയിക്കഴിഞ്ഞാലാണ് 0 ആയിട്ട് മാറുന്നത്. നോക്കി നോക്കിയേ. കണ്ട? മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? മറിച്ച് ഇതിപ്പോൾ ഒരു 16 ആണെന്നുണ്ടെങ്കിലാ, ഇപ്പോൾ 16ൽ 0 ആയി. കണ്ട? ഇത് 24 ആണെങ്കിൽ 24ൽ 0 ആയി. 12 ആണെങ്കിൽ 12ൽ 0 ആയി. മനസ്സിലായ? നിങ്ങളിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഇതിൽ 3 ലക്ഷം എന്നുള്ളത് 15 ലക്ഷം ആണെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കണക്കായിട്ട് മാറി അവിടെ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പ്രോബ്ലമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് സമ്മിഫ്. ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? സമ്മിഫസ് പഠിച്ചില്ലേ? 3 പഠിച്ചില്ലേ? സമ്മിഫും സമ്മിഫസും ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ഫിൽട്ടർ, അഡ്വാൻസ് ഫിൽട്ടർ. അത് പറഞ്ഞോ? ഫിൽട്ടർ, അഡ്വാൻസ്ഡ് ഫിൽട്ടർ പറഞ്ഞതാണോ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണതാണ് എച്ച് ലുക്കപ്പ്. പറഞ്ഞില്ലേ നമ്മൾ? വി ലുക്കപ്പ് പോലെ തന്നെ എച്ച് ലുക്കപ്പ് പറഞ്ഞില്ലേ? മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഓക്കെ. ശ്രദ്ധിക്കാം.
എന്താണ് എച്ച് ലുക്കപ്പ്? വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു ടേബിളിൽ നിന്ന് നമ്മളൊരു ഡാറ്റകളൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു അല്ലേ? അതേ ഡാറ്റകൾ തന്നെ ഞാൻ കോപ്പി ചെയ്താണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വി ലുക്കപ്പ് ചെയ്തത് ആണല്ലോ. എന്നാൽ എല്ലാ ടേബിളും ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായ? എല്ലാ ടേബിളുകളും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ടേബിൾ ഓർഡർ തെറ്റിയിട്ട് വരും. ഓർഡർ തെറ്റിയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കൂ, കോഡ്, അടിയിൽ ഐറ്റം, അതിൻ്റെ അപ്പുറത്ത് റേറ്റ്, ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വി ലുക്കപ്പ് എന്നുള്ള ഇക്വേഷൻസ് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എച്ച് ലുക്കപ്പ് എന്നുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യും. ശ്രദ്ധിക്കുക. അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ടേബിളിനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ടേബിളിനെ ഹൊറിസോണ്ടലാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇതിനെ കോപ്പി ചെയ്യാം. നേരെയുള്ള ടേബിളിനെ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ 3 എണ്ണം സെലക്ഷൻ ചെയ്തിട്ടേ ഒരു സെല്ല് വെറുതെ സെലക്ഷൻ ചെയ്ത് വെച്ചാൽ മതി. പേസ്റ്റിൻ്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? ട്രാൻസ്പോസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടോ പേസ്റ്റിൻ്റെ ഉള്ളിൽ? ക്ലിയർ ആണല്ലോ? അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിൾ ഇങ്ങനെ കൺവേർട്ടായിട്ട് മാറും. നമ്മൾ നേരത്തെ ചെയ്ത ടേബിളിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ശരിക്കൊരു ഫോർമുല ഉണ്ട്. ഫോർമുല ഞാൻ പരിചയപ്പെടുത്താം. കുറച്ച് ടഫാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെത്ര കോളുണ്ട്? 3 എണ്ണം അല്ലേ? എത്ര റോ ഉണ്ട്? 11 എണ്ണം. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെലക്ഷൻ ചെയ്യാം. 3 കോളത്തിന് പകരം 3 റോയും 11 റോയ്ക്ക് പകരം 11 കോളം സെലക്ഷൻ ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. മനസ്സിലായല്ലോ? ഇങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ സെലക്ഷൻ പുറത്തൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഈക്വൽ ടു അടിക്കാം. ഈക്വൽ ടു ട്രാൻസ്പോസ്, TRANSPOS, ട്രാൻസ്പോസ്. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ടേബിൾ സെലക്ഷൻ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. Ctrl+Shift+Enter അടിക്കുക. Ctrl+Shift+Enter. മനസ്സിലായ? ഇത് ഫോർമുലയാണ്. പക്ഷെ ഇതിലൊരു വേറെ ദോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടേബിളായിട്ടാണ് വരിക. കണ്ടോ? മറ്റേതുപോലെ തന്നെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ അതിനൊന്നും പറ്റില്ല. കണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിയൊക്കെ ചേഞ്ച് പാർട്ട് ഓഫ് അറേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് വരും. നമ്മളൊരു ഇക്വേഷൻസിലൂടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. മറിച്ച് ഇത് പഠിക്കണമെന്നില്ല. അതിന് പകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനെ കോപ്പി ചെയ്യാം. എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പേസ്റ്റിൻ്റെ ഉള്ളിൽ ട്രാൻസ്പോസ് എന്നൊരു ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ? അത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പോസ് ആയി മാറും. ക്ലിയർ അല്ലേ? ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോൾ A5 പകരം A8 എന്ന് കൊടുത്താൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? മറ്റേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ട്രാൻസ്പോസ് മനസ്സിലായില്ലേ? ഇനി ഇതിന് നമ്മൾ പേര് കൊടുക്കാം. നേരത്തെ നമ്മൾ ഈ കാണുന്ന ടേബിളിനാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിനാണ് നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത്. ഇതിന് പേര് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. പേര് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് കൂടുതൽ ഡാറ്റയും കൂടി വരാൻ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഭാഗം ഡ്രാഗ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതൊന്നും കുഴപ്പമുള്ള കേസല്ല. പേര് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഭാഗം കൂടി സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ അതിന് പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ടേബിൾ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ടേബിൾ. എൻ്റർ അടിക്കും. മനസ്സിലായല്ലോ?
ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സെയിം ഫങ്ഷൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങളിൽ ഒരാൾ ചെയ്ത വർക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത കാരണം അതൊന്ന് എടുത്തു മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യാണ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ്, വേറെ വ്യത്യാസമൊന്നുമില്ല. വിക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? എച്ച് യൂസ് ചെയ്യുക. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കോഡിൻ്റെ സെല്ല് കോമ F3 സെല്ല് കോമ അതിൽ എത്രാമത്തെ കോളാണെന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇതിൽ റോയാണ് വരിക കേട്ടോ. എച്ച് ലുക്കപ്പ് ചെയ്യുമ്പോൾ റോയുടെ നമ്പറാണ് വരിക. സെയിം തന്നെയാണ്, രണ്ടാമത്തെ റോയാണ് വരുന്നത്. ഞാനിവിടെ ഫോൾസ് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു. ഇവിടെ ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കോഡിൻ്റെ സെല്ല് കോമ F3 ടേബിൾ ഓക്കെ കോമ 3 ആണെന്നുണ്ടെങ്കിൽ 3 കൊടുക്കുക കോമ ഫോൾസ് FILSE ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഇനി നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൂടെ? അപ്പം എന്താണ് എച്ച് ലുക്കപ്പ് എന്നുള്ളത് ഭാഗം മനസ്സിലായില്ലേ? വിക്ക് പകരം അതായത് ടേബിളുകൾ കൺവേർട്ട് ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യുക. ഇനി നോക്കൂ, ഇവിടെ സീരിയൽ നമ്പർ 1 A2 ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇപ്പോൾ A1 ആണെങ്കിൽ A1, A2, A3, A4, A5, A6, A7, A8 കണ്ടില്ലേ? കറക്റ്റായിട്ട് എച്ച് ലുക്കപ്പ് പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ടും ഒരേ ഡാറ്റയായ കാരണമാണ് നമ്മൾ A1 ഇവിടെ A1 പകരം A11 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ A22 ആണെന്നുണ്ടെങ്കിൽ, A33 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചാൽ മാത്രമേ ഇത് പ്രിൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? ഇതൊക്കെ ആൻസർ തെറ്റാണ് അവിടെ, കാരണം ആ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയാണ് A111 അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ടേബിൾ നേരത്തെ സെലക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ ലോക്കാണ് ഇന്നതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, A11 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, A111 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ആ ആൻസറോടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മൾ ഈ ടേബിൾ എടുക്കുന്ന സമയത്ത് എത്രത്തോളം ഡ്രാഗ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം വരുന്ന അപ്ഡേഷൻസുകൾ ഇതിൽ പ്രിന്റ് ചെയ്ത് വരും. ക്ലിയർ അല്ലേ? ഇത് A22, A11 കണ്ടല്ലോ, A33 കണ്ടില്ലേ? ഈ കാണുന്ന ടേബിളിൽ നിന്നാണ് ഇത് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? എച്ച് ലുക്കപ്പ് മനസ്സിലായില്ലേ? എച്ച് ലുക്കപ്പ് മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ ഭാഗമാണ് മാച്ച് ഇൻഡെക്സ്. ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മെയിനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ സിനാരിയോ മാനേജർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിനാരിയോ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കളക്ഷൻ അതായത് എന്താണോ നമുക്ക് ആ മാസത്തിൽ വന്നിട്ടുള്ള ടോട്ടലായിട്ടുള്ള എമൗണ്ട്, അത് നിങ്ങൾ എല്ലാ ബില്ലും കൂടി കൂട്ടിയ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ ഒരു ആഗസ്റ്റ് മാസം, ജൂലൈ മാസം, അതായത് ഈ മാസം ഇന്നത്തോട് കൂടിയിട്ട് എനിക്ക് 1,47,457 രൂപ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്?
മൊത്തം റെസീറ്റുകൾ ബില്ലായിട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ അടച്ചിട്ടുണ്ട് ക്യാഷായിട്ടും അതേപോലെ ബാങ്കിൽ എമൗണ്ട് ആയിട്ടും ഇവിടെ അടച്ചിട്ടുള്ള എമൗണ്ടാണ്. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലേ? ഇല്ലേ? എന്തൊക്കെ എക്സ്പെൻസുകളാണ് കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഒന്ന് പറഞ്ഞു നിങ്ങൾ. എന്തൊക്കെ എക്സ്പെൻസുകളാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഒന്ന് പറയൂ. ഒരു സ്ഥാപനം നടത്തുകയാണ്, എന്തൊക്കെ എക്സ്പെൻസുകൾ വരും നിങ്ങൾക്ക് പറഞ്ഞോളൂ. ഫസ്റ്റ് തന്നെ റെൻറ്റ് വരൂല്ലേ? വാടക കൊടുക്കണ്ടേ? നമ്മളൊരു സ്ഥാപനം വാടകയ്ക്കാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വാടക കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? പേയ്മെന്റ്, സാലറി കൊടുക്കണം അല്ലേ? നമ്മളവിടെ 2 ആൾക്കാരെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ അവർക്കൊരു 24,000 രൂപ 2 ആൾക്കും കൂടി ശമ്പളം കൊടുത്തെന്ന് വിചാരിക്കും. പിന്നെന്ത് കൊടുക്കേണ്ടി വരും പറഞ്ഞോളൂ. ഇൻഷുറൻസ്, ഓക്കെ. ഇലക്ട്രിസിറ്റി, കറണ്ട് ബില്ല് അടക്കണം അല്ലേ? കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ സ്ഥാപനത്തിൻ്റെ? ഫോൺ ബില്ല് അടയ്ക്കണം അല്ലേ? ഫോൺ ബില്ല് അടയ്ക്കണം. പിന്നെന്ത് അടയ്ക്കണം? ചില കമ്പനിക്കാർക്കുള്ള റോയൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വേറെ കമ്പനിയുടെ കീഴിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട്, ഞങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് റോയൽറ്റി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റോയൽറ്റി എത്രയാണെന്നുണ്ടെങ്കിൽ ആ റോയൽറ്റി കൊടുക്കണം. നമ്മൾ എത്ര രൂപ വരെ, ഒരു 15% റോയൽറ്റി എന്നുണ്ടെങ്കിൽ 15% റോയൽറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എത്ര രൂപ റോയൽറ്റി നമുക്ക് കൊടുക്കും. ഓക്കെ. പിന്നെ ഇതിവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ സെല്ലും അത് തന്നെ ആയിരിക്കണം കേട്ടോ. എല്ലാ സെല്ലും അത് തന്നെ ആയിരിക്കണം. പിന്നെ എന്തൊക്കെ കൊടുക്കേണ്ടി വരും? പരസ്യം ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പരസ്യമൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 5,000 രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട്. പിന്നെ ചിലവർ ചിലപ്പോൾ നമ്മൾ കടയൊക്കെ ആകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഡൊണേഷന് വരും, പിരിവിനൊക്കെ വരും അല്ലേ? അപ്പോൾ പിരിവ് കൊടുക്കേണ്ടി വരും. 500 1000 ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഒരു മാസത്തിൽ ചിലപ്പോൾ നമുക്ക് പിരിവായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്ത് വേണ്ടി വരും? സ്റ്റേഷനറി ഐറ്റം, ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നാശമായതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റേഷനറി അല്ലേ? സ്റ്റേഷനറി ഐറ്റംസിന് നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും? ഒരു 1470 എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസാണ് നിങ്ങളിതിൽ എൻ്റർ ചെയ്യേണ്ടത്. പിന്നെന്ത് വേണ്ടി വരും? നമ്മുടെ ജോലിക്കാരൂരൊക്കെ ഉള്ള കാരണം ചായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു മാസം ഇപ്പോൾ ഒരു 1000 രൂപ അതിനുവേണ്ടി ചിലവായത് വിചാരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ കമ്പനിക്ക് ചിലവ് വരുന്ന എക്സ്പെൻസ് നമുക്കായി ചിലവുകൾ വരുമല്ലോ. കടകളിൽ എന്ത് ചിലവ് വരും? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രാവലിങ്ങിൻ്റെ ചിലവ് വരും. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് സാധനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ പെട്രോൾ അടിക്കണം അല്ലേ? അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് മൊത്തം ഒരു 1458 രൂപ ചിലവായിട്ടുണ്ട് ആ മാസം. സംഭവം മനസ്സിലായോ? ഇനിയിപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ അഡീഷണലായിട്ട് അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ചിലവുകൾ ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? 36-44 ചിലവുകൾ ബാക്കി നമുക്ക് ഓരോ വൗച്ചറിൻ്റെ അല്ലെങ്കിൽ റെസീറ്റുകളുടെ ഒക്കെ വെച്ചിട്ട് നമ്മളവിടെ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ടോട്ടൽ എക്സ്പെൻസ്. നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വന്നു എന്നുള്ളതാണ്. എക്സ്പെൻസ് ഈക്വൽ ടു എന്താ വരിക? സം എന്താ വരിക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? അതായത് 76,945 രൂപ 55 പൈസ നമുക്ക് എന്ത് വന്നു? ടോട്ടൽ എക്സ്പെൻസ് വന്നു. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കമ്പനി ലാഭത്തിലാ നഷ്ടത്തിലാ? ലാഭത്തിലാ നഷ്ടത്തിലാ കമ്പനി? ലാഭമുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ലാഭം കാണുക? നമ്മൾ ഈക്വൽ ടു ടോട്ടൽ കളക്ഷൻ മൈനസ് ടോട്ടൽ എക്സ്പെൻസ്. അതായത് കണക്ക് പ്രകാരം ഇപ്പോൾ നമ്മൾ കടയിലേക്ക് സാധനങ്ങൾ മേടിച്ച് കണക്കൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പർച്ചേസിന് എത്രയാണെന്നുള്ളതൊക്കെ കൂട്ടിയിട്ടൊക്കെ ആണെങ്കിൽ ലാഭം കാണേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് വന്ന ചിലവുകൾ മാത്രമാണ്. നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ കടയിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസുകൾ വേറെ വരും അല്ലേ?
ക്ലിയർ ആണല്ലോ? ആ സാധനങ്ങൾ കൊടുന്ന് വെച്ചാലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ നമ്മളെ ജി ടെക്കിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ജി ടെക്കിന് നമുക്ക് വേണ്ട കോഴ്സുകൾ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യണത്, നമ്മളിതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടൊരു എമൗണ്ട് വേറെ കാണണം. തൽക്കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ 70,511 രൂപ ലാഭം, 45 പൈസ ലാഭം വന്നിട്ടുണ്ട്. ഇത് ഒരു മാസത്തെ കണക്ക്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ 2021 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 7 മാസത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ ടേബിളിന് മൊത്തം സെലക്ഷൻ ചെയ്യാം. ശ്രദ്ധിക്കേട്ടാ, ടേബിളിനെ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് ഫോർമുല എന്നുള്ളൊരു മെനു കാണും അവിടെ, കണ്ടല്ലോ? ഈ ഫോർമുല എന്നുള്ള മെനുവിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കണ്ട, ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ. അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളോട് ചോദിക്കും എന്ത് പേരാണോ കൊടുക്കേണ്ടത്. മനസ്സിലായ? എന്ത് പേരാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഈ സംഖ്യകൾക്കൊക്കെ ഇടത്തെ സൈഡിൽ നമ്മൾ കൊടുത്ത ഹെഡിങ്ങുകൾ ഈ സംഖ്യകളുടെയൊക്കെ പേരാവണം. മനസ്സിലായ? ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? നെയിം ബോക്സിൽ എന്താണ് പേര്? B1 ആണ് അല്ലേ? B2 ക്ലിയർ ആണല്ലോ? ഇത് B2 ആണ്, ഇത് B3 ആണ്. അങ്ങനെ ഓരോ സെല്ലുകളുടെയും പേര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? കണ്ടില്ലേ? നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സെല്ലിൻ്റെ പേര് അവിടെ മാറുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൊണേഷൻ എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. മനസ്സിലായ? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഇതിൽ പ്രിൻറ്റ് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സാലറി എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അതിനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. സെലക്ഷൻ ചെയ്യുക, ഫോർമുല എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ. മനസ്സിലായല്ലോ? ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം, അതായത് ഈ ഇടത്തെ സൈഡിലുള്ള പേരുകളായിരിക്കണം ഇതിന് വരേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ ലെഫ്റ്റ് കോളം ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഓക്കെ പറയാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിത് ഇതേ എക്സാമ്പിളിലൂടെ വേറൊരു ഭാഗം കൂടി ഞാനിതിൽ കാണിക്കാം കേട്ടോ. നോക്കൂ, ഇങ്ങനെ ഒരു ടേബിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർമുലയിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കണ്ട, സംഖ്യകൾക്കൊക്കെ ടോപ്പ് റോ ആണ് പറയുന്നത്. മനസ്സിലായ? സംഖ്യകൾക്കൊക്കെ ടോപ്പ് റോ ആണ് വരുന്നത്. അതേപോലെ ഇതേ സെയിം സാധനം തന്നെ അടിയിലാണെങ്കിലാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടം റോ എന്നാ പറയാം. കണ്ട, സംഖ്യകൾക്കൊക്കെ അടിയിലുള്ള പേര് വരണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ ഇതിവിടെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. മനസ്സിലായ? മനസ്സിലായല്ലോ? ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? റൈറ്റ് കോള വരിക. മനസ്സിലായ? അതായത് ഇതിന് റൈറ്റ് സൈഡിലുള്ള കോളത്തിൻ്റെ പേര് വരണം. അതേപോലെയാണ് നമ്മളിവിടെ ഈ ഇക്വേഷൻസ് ചെയ്തിട്ടുള്ളത്. ഞാനിതൊക്കെ റിമൂവ് ചെയ്യാം. ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഞാനത്. ആ ഭാഗം മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു. ഫോർമുലയിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം ടിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ എന്താ പേര്? നെയിം ബോക്സിൽ നോക്കിക്കുക. നിങ്ങൾ കണ്ട, അതിൻ്റെ അടുത്ത സൈഡിലുള്ള പേരല്ലേ അവിടെ വന്നുള്ളത്? ഇവിടെ നോക്കൂ, കണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യുക? ആ പേരുകളാണ് അവിടെ വന്നിട്ടുള്ളത്. കണ്ട, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയാണ് നമ്മൾ വർക്കിലേക്ക് കടക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കേസ് എന്താ വെച്ചാൽ ഈ കാണുന്ന ആദ്യത്തെ ഇതുവരെയുള്ള ഭാഗം, അതായത് ടോട്ടൽ കളക്ഷൻ തൊട്ടിട്ട് അതേഴ്സ് വരെയുള്ള ഭാഗം സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റയിൽ വാട്ട് ഇഫ് അനലൈസിസിൽ പോയിട്ട് സിനാരിയോ മാനേജർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. മനസ്സിലായ? ഡാറ്റയിലെ വാട്ട് ഇഫ് അനലൈസിസിൽ സിനാരിയോ മാനേജർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. കണ്ടല്ലോ? ഈ സിനാരിയോ മാനേജർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ആഡ് ചെയ്തു. ആദ്യം ഞാൻ ജനുവരി ആണെന്നുണ്ടെങ്കിൽ ജനുവരി 21 2021 ജനുവരിയിലത്തെ കണക്കാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം, ആഡ് ചെയ്യാം. അപ്പോൾ ജനുവരി ആണെന്നുണ്ടെങ്കിൽ ജനുവരി കൊടുത്തു, ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഇട്ടാ, ഒരു മിനിറ്റ്. ചെറിയൊരു എറർ അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗം ഞാൻ ജസ്റ്റ് സെലക്ഷൻ ചെയ്തു. അനലൈസിസിൽ പോയിട്ട് സിനാരിയോ മാനേജർ പറഞ്ഞു ആഡ് ചെയ്തു. ജനുവരി ആണെന്നുണ്ടെങ്കിൽ ജനുവരി എന്നുള്ള കമാൻഡ് കൊടുക്കുക നിങ്ങൾ. B1 to B3 ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇതിനെ ആഡ് ചെയ്തു. ജനുവരി എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തത് ആഡ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ ഫെബ്രുവരി കൊടുത്തു. ചെറിയൊരു എററുണ്ട്, ഒരു മിനിറ്റ് ഇട്ടാം. ഇതിനെ ഞാനൊന്ന് വേറെ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യാണ്. Ctrl+N അടിച്ചിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. സെലക്ഷൻ ചെയ്തു. ഫോർമുലയിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ലെഫ്റ്റ് കോളം ഓക്കെ പറഞ്ഞു. സെല്ലിൽ സെലക്ഷൻ ചെയ്തു. ഡാറ്റയിൽ അനലൈസിസിൽ സിനാരിയോ മാനേജർ ആഡ് ചെയ്തു. ജനുവരി കൊടുത്തു, ഓക്കെ പറഞ്ഞു. ഇതിവിടെ ഒരു എറർ, നമ്മൾ എന്താ വന്ന എറർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു ഇക്വേഷൻസ് കൊടുത്തില്ലേ, റോയൽറ്റിയുടെ ഒരു ഇക്വേഷൻസ് കൊടുത്തില്ലേ, അത് കാരണം വന്ന എറർ കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. അനലൈസിസിൽ സിനാരിയോ മാനേജർ ആഡ് ചെയ്തു. ജനുവരി നമ്മുടെ ഷീറ്റിൽ തന്നെ ചെയ്യാം. ഇതൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ടേ. ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ സംഖ്യ എത്രയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു. അനലൈസിസിൽ സിനാരിയോ മാനേജർ ആദ്യം ഞാൻ ജനുവരി എന്ന് കൊടുത്തു, ഓക്കെ പറഞ്ഞു. കണ്ടല്ലോ, അവിടെ ഒരു ഫോർമുല വന്ന കാരണമാണ് എറർ വന്നത്. അപ്പോൾ ജനുവരി എന്ന് കൊടുത്തു. ഞാൻ ജനുവരിയിലത്തെ കണക്കാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആഡ് ചെയ്തു, ഫെബ്രുവരി കൊടുത്തു. ഫെബ്രുവരിയിൽ നമുക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് അവിടെ എൻ്റർ ചെയ്യാം. എനിക്ക് 75,000 രൂപ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. റെൻ്റ് എത്ര വന്നു, ടാബ് അടിച്ചാൽ മതിട്ടാ. സാലറി ഒരാളും കൂടി കൂടുതലുണ്ടായിരുന്നു, 36,000 രൂപ സാലറി വന്നു. ഇലക്ട്രിസിറ്റി ഒരു 4,500, ഫോൺ ബില്ല് ഒരു 2,500, റോയൽറ്റി ഒരു 3,500 ഇങ്ങനെയൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെ കൊടുത്തു. ആഡിന് എനിക്ക് 8,500. ഇങ്ങനെ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ ജിബിനെ? ഓക്കെ, അടുത്തത് ആഡ് ചെയ്തു. അടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ഓക്കെ പറഞ്ഞു. മാർച്ചിൽ എനിക്കത് 1,00,000 കുറഞ്ഞു എന്ന് വിചാരിക്കും. നമുക്ക് വന്നിട്ടുള്ള റെൻ്റ് ഒരു 14,000, സാലറി ഒരു 24,500, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ആഡ് ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്തു, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ. ഇങ്ങനെ ഓരോ മാസത്തെയും എൻട്രി കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും നിങ്ങൾ ഈ ഷീറ്റിൽ തന്നെ കേട്ടോ. മനസ്സിലായില്ലേ? ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ശരിക്കും ഓരോന്നോരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ പറയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ 4 മാസം കൊടുത്തിട്ടുള്ളൂ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. നമ്മുടെ സിനാരിയോയിലേക്ക് വന്നിട്ടുണ്ട്.
ജനുവരി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജനുവരിയിലത്തെ റിസൾട്ടാണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. ഇപ്പം എന്തുണ്ടായി? സംഖ്യകളിൽ എന്തുണ്ടായത്? സംഖ്യകളിൽ എന്തുണ്ടായത്? ഫെബ്രുവരിയിൽ മാറ്റം വന്നു അല്ലേ? അതായത് 46,066 റുപ്യ എന്താണ് നഷ്ടം വന്നിട്ടുള്ളത്? നഷ്ടമാണ്. സംഭവം മനസ്സിലായല്ലോ. ഇനി മാർച്ചിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു നോക്കിയൊക്കെ നിങ്ങൾ. അപ്പോൾ 29,923 റുപ്യ ലാഭമാണ്. ഓക്കെ. ഏപ്രിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,567 രൂപ നഷ്ടമാണ്. സംഭവം മനസ്സിലായ? ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏപ്രിൽ കഴിഞ്ഞ് എനിക്ക് മെയ്യിൻ്റെ എൻട്രി കൂടി കൊടുക്കും. മെയ്യിൽ വന്നിട്ടുള്ള ചെലവ് ക്ലിയർ ആണല്ലോ. അപ്പോൾ അതും കൂടി നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനി ഇതൊക്കെ കൂടി സമ്മറി പ്രിൻ്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. സമ്മറി ക്ലിക്ക് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് സമ്മറി കാണേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ കളക്ഷൻസ് ടോട്ടൽ എക്സ്പെൻസ്. ടോട്ടൽ കളക്ഷൻസിൻ്റെയും ടോട്ടൽ എക്സ്പെൻസിൻ്റെ അനുസരിച്ചിട്ടാണ് എനിക്ക് സമ്മറി കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും കൊടുത്ത് നിങ്ങൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ മനസ്സിലായ? സമ്മറി കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്തേണ്ട. ജനുവരിയിലത്തെ റിപ്പോർട്ട്, ഫെബ്രുവരിയിലത്തെ റിപ്പോർട്ട്, മാർച്ചിലത്തെ റിപ്പോർട്ട്, ഏപ്രിലത്തെ റിപ്പോർട്ട്, മെയ്യിലത്തെ റിപ്പോർട്ട്. അതിലെ റിസൾട്ട് സെല്ല് എന്താണോ നമ്മൾ സമ്മറി കാണിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സമ്മറിയാണ് നമ്മുടെ റിസൾട്ട് അവിടെ കാണിക്കുക. ഇവിടെ മേലെ കാണിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സെല്ല് ആയതാണോ ആ വാല്യൂ ആണ് ഇവിടെ ഈ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ വെച്ചിട്ട് ഫോർമാറ്റിൽ ഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഹൈഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളം മാത്രം ഹൈഡ് ചെയ്തു. സംഭവം മനസ്സിലായോ? അപ്പോൾ ഒരു കൊല്ലത്തെ റിപ്പോർട്ട് ഇനിയിപ്പോൾ നമ്മളോട് മാനേജർ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഫെബ്രുവരിയിലത്തെ റിപ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഡാറ്റയിൽ പോവുക. വാട്ട് ഇഫ് അനലൈസിസിൽ സിനാരിയോ മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമ്മുടെ സിനാരിയോ കംപ്ലീറ്റ് അവിടെ എടുക്കുന്നുണ്ടാവും. അതിൽ അവരേതാ പറഞ്ഞേ? ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി റിസൾട്ട് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? മാർച്ച് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലെ റിസൾട്ട് പ്രിന്റ് ചെയ്യും. കണ്ട? മെയ്യ് ക്ലിക്ക് ചെയ്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യിലെ റിസൾട്ട് പ്രിന്റ് ചെയ്യും. സമ്മറി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സമ്മറി എന്നുള്ള ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് സമ്മറി കാണേണ്ടത്? മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടോട്ടൽ എക്സ്പെൻസും പ്രോഫിറ്റും തമ്മിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ സമ്മറി കാണിക്കുക. നോക്കിയേ, ടോട്ടൽ എക്സ്പെൻസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. മനസ്സിലായ? അതായത് 1,45,992 റുപ്യ എക്സ്പെൻസ് വന്നപ്പോൾ നമുക്ക് ലാഭം 5,50,993 റുപ്യ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? അവിടെ ലോസ് വന്നിട്ടുണ്ട്, ലാഭം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ടോട്ടൽ എക്സ്പെൻസാണ് കേട്ടോ. 1,45,992 റുപ്യാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. പ്രോഫിറ്റ് വന്നിട്ടുള്ളത് മൊത്തം വന്നിട്ടുള്ളത് 6,96,585. സംഭവം മനസ്സിലായ? ഈ ഭാഗം ഇനി പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഏത് കമ്പനിയിലും അവരുടെ സിനാരിയോ സമ്മറി സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓരോ പ്രാവശ്യം പോയി ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പോർട്ടുകൾ നിങ്ങൾ നേരെ പോയിട്ട് ആ ഫയലിൽ സെറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇപ്പോൾ അടുത്ത മാസത്തെ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അനലൈസിസിൽ പോവുക, സിനാരിയോ മാനേജർ എടുക്കുക, അടുത്തത് ആഡ് ചെയ്യുക. ഇപ്പോൾ ജൂൺ ആണെന്നുണ്ടെങ്കിൽ ജൂൺ കൊടുക്കുക. അപ്പോൾ ജൂൺ കൊടുത്തു കഴിഞ്ഞാൽ ജൂണിലുള്ള കംപ്ലീറ്റ് എൻട്രി. കണ്ട? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കമ്പനിയിൽ വരുന്ന എല്ലാ എൻട്രികളും മനസ്സിലായില്ലേ? ഒരെണ്ണം പോലും വിട്ടു പോവാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ എക്സ്പെൻസും എന്നാലും നമുക്ക് പ്രോഫിറ്റും ലാഭം അപ്പോൾ ഒരൊറ്റയടിക്കാൻ നമുക്കിത് കിട്ടുന്നു. വെറും എൻട്രി ചെയ്താൽ മാത്രം മതി. നമ്മൾ അടുത്ത മാസത്തിൽ വന്നിട്ടുള്ള കറണ്ട് ബില്ല് എന്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഫോൺ ബില്ല് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. മൊത്തം എത്ര രൂപ വന്നു എന്നുള്ളത് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. റെൻറ്റ് എത്രയാണെന്നുള്ളത് എൻട്രി ചെയ്ത് കൊടുക്കുക. സാലറി എൻട്രി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരേ സമയം ഫോം പോലെ തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട്.
മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായ? ഇനി ആർക്കെങ്കിലും പറയണോ? അതിൻ്റെ സ്റ്റെപ്പ് പറയണോ? ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അയക്കുന്നുണ്ട്, ക്ലാസ്സിൻ്റെ വീഡിയോ അയക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറ്റാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളാം. അപ്പോൾ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. സബ് ടോട്ടൽ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. സബ് ടോട്ടൽ. സബ് ടോട്ടൽ എന്താണ്? സബ് ടോട്ടൽ ടോട്ടൽ എന്താണ്? ടോട്ടൽ എന്താ? ഇപ്പോൾ നമ്മളോട് പറയുകയാണ് നെയിം, കമ്പനി, അല്ലെങ്കിൽ നെയിം, സബ്ജക്റ്റ്. വേറെ എക്സാമ്പിൾ എടുക്കാം. സബ്ജക്റ്റ്, മാർക്ക്. നെയിം, സബ്ജക്റ്റ്, മാർക്ക്. ഒരു എക്സാമ്പിൾ ആട്ടോ. അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, അനുവിന് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, അനുവിന് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, ദീപയ്ക്ക് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, ദീപയ്ക്ക് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, മോഹന് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, മോഹന് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. ബിബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, ബിബിക്ക് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, ബിബിക്ക് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. കീർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, കീർത്തിക്ക് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, കീർത്തിക്ക് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. ഇത്ര എക്സാമ്പിളേ നമ്മൾ ഇടുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഓർഡറിലല്ല എന്ന് വിചാരിക്കാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓർഡറിലല്ല എന്ന് വിചാരിക്കാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? വെറുതെ ആ ബോർഡറിൽ പിടിച്ചിട്ടുണ്ട് കൊടുന്ന് വെച്ചാൽ മതി. ഇപ്പോൾ 2 അനു ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ കിടക്കണ അനു ഇവിടെയാണ് അല്ലേ? അപ്പോൾ നമുക്കിത് ഓർഡർ ആക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ A to Z ഡാറ്റയിൽ തന്നെ കാണാം. A to Z എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. ക്ലിയർ ആണല്ലോ? സോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുവൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടായി മാറി. കണ്ടില്ലേ? ബിബിയൊക്കെ ഒരു സ്ഥലത്തേക്കായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ദീപയൊക്കെ ഒരു സ്ഥലത്തായി, കീർത്തിയൊക്കെ ഒരു സ്ഥലത്തായി, മോഹനൊക്കെ ഒരു സ്ഥലത്തായി. ഇനി എനിക്ക് ഇവരുടെ ടോട്ടൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ കാണാനായിട്ട് ഞാൻ എന്താ ചെയ്യുക? ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ആൾട്ട് ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടൽ പ്രിൻറ്റ് ചെയ്യും. അതായത് സമ്മ് പ്രിൻറ്റ് ചെയ്തു. എനിക്ക് ഓരോരുത്തരുടെ ടോട്ടൽ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. മനസ്സിലായ? ഓരോരുത്തരുടെ ടോട്ടൽ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ ടേബിളിനെ മൊത്തം സെലക്ഷൻ ചെയ്യും. ഹെഡിങ്ങും കൂടി സെലക്ഷൻ ചെയ്യണം. എന്നിട്ട് ഡാറ്റയിൽ സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ഇവിടെ. കണ്ട? ഡാറ്റയിൽ സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് സബ് ടോട്ടൽ ചെയ്യേണ്ടത്. മനസ്സിലായ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന്? നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മ് കാണണം. എന്തിൻ്റെ? മാർക്കിൻ്റെ. നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്മ് കാണേണ്ടത്. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാട്ടോ. സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കൗണ്ട് കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സമ്മ് കണ്ടു, മാർക്കിൻ്റെ. ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ മനസ്സിലായ? ഇതിനെയാണ് സബ് ടോട്ടൽ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അനുവിൻ്റെ ടോട്ടൽ, ബിബിയുടെ ടോട്ടൽ, ദീപയുടെ ടോട്ടൽ, കീർത്തിയുടെ, മോഹൻ്റെ മൊത്തം ഗ്രാൻഡ് ടോട്ടൽ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ സബ് ടോട്ടൽ ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? സബ് ടോട്ടലിൻ്റെ മുന്നേ നമുക്കിവിടെ ഒരു ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം എല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ ഹോമിൻ്റെ ഉള്ളിൽ ഓട്ടോ സമ്മ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യണം അല്ലേ?
കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ്, ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് എൻ്റർ റോ, അതേപോലെ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ റോ, ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ റോ, ഇവിടെ വെച്ചു. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സബ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ട, മറ്റേതാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ടോട്ടൽ ചെയ്യണം, ഇവിടെ നിന്ന് ടോട്ടൽ ചെയ്യണം അല്ലേ? മനസ്സിലായല്ലോ? സബ് ടോട്ടൽ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡാറ്റയിൽ സബ് ടോട്ടൽ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കൂടി പറയാനുണ്ട്. അതായത് സബ് ടോട്ടൽ ചെയ്യണ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചങ്ങല വീണത് കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? നോക്കൂ, കണ്ട, അനുവിൻ്റെ ടോട്ടല്, ബിബിയുടെ ടോട്ടല്, ദീപയുടെ ടോട്ടല്, കീർത്തിയുടെ ടോട്ടല്, മോഹൻ്റെ ടോട്ടൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ നോക്കി നോക്കി നിങ്ങൾ. ഇടത്തെ സൈഡിൽ കണ്ട, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് എന്ന് പറയുന്നത്. സബ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് അൺഗ്രൂപ്പ് വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. നോക്കൂ, ഗ്രൂപ്പ് റോബേഴ്സ് ഗ്രൂപ്പ് ചെയ്തു, കണ്ട. അപ്പോൾ അനുവിൻ്റെ മാത്രം ഡാറ്റ. ഇനി അടുത്ത് ബിബിയുടെ മാത്രം ഞാൻ ഗ്രൂപ്പ് ചെയ്തു, അപ്പോൾ ബിബിയുടെ മാത്രം ഡാറ്റ. സംഭവം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് മനസ്സിലായില്ലേ? അത് സബ് ടോട്ടൽ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തൊരു വർക്ക് നമ്മൾ പഠിക്കാൻ പോണത് ഗോൾ സീക്ക് എന്നൊരു കൺസെപ്റ്റാണ്. ഗോൾ സീക്ക് എന്താണ്? ഗോൾ സീക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? സബ് ടോട്ടൽ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ഗോൾ സീക്ക്. ഗോൾ സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് പറ്റിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്വർണ്ണക്കട, സ്വർണം, ഒരു ഗ്രാം സ്വർണത്തിന് ഇപ്പം എന്താ വില ആർക്കെങ്കിലും അറിയാം? ഒരു ഏകദേശം ഒരു റേറ്റ് പറഞ്ഞാൽ മതി. ഒരു 4800 ഇപ്പം 48-47 എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര ഗ്രാം കൂടി ചേരുമ്പോഴാണ് ഒരു പവനായിട്ട് മാറുക? 8. അപ്പോൾ നമ്മൾ ഒരു പവൻ എത്ര റുപ്യ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് കാണുക? ഈ ഒരു ഗ്രാമിൻ്റെ വില ഇൻറ്റു 8 ഗ്രാം അല്ലേ? അപ്പോൾ 38,776 രൂപയാണ് ഇപ്പോൾ ഒരു പവൻ്റെ വില എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, നാളെ നേരം വെളുത്തപ്പോൾ പറയാണ് സ്വർണത്തിന് ഒരു പവൻ്റെ മുകളിൽ ഒരു 700 രൂപ കൂടിയുണ്ട്. അതായത് 38,776 എന്നുള്ളതിന് പകരം 39,446 ആയിട്ട് മാറി എന്ന് സങ്കല്പിക്കുക. 39,446 ആയിട്ട് മാറി എന്ന് വിചാരിക്കാം ഈ വില. ഇതിലെ ഏത് സെല്ലാണ് മാറ്റം വരിക? ഏത് സെല്ലാണ് മാറ്റം വരിക അല്ലേ? അതായത് നമ്മുടെ ഗ്രാമിൻ്റെ വിലയാണ് മാറ്റം വരിക. ക്ലിയർ ആണല്ലോ? എത്ര രൂപയെ മാറ്റം വരിക? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ 8 കൊണ്ട് ഹരിക്കേണ്ടി വരും അല്ലേ? ഈക്വൽ ടു ഇത് ഹരിക്കണം 8 എന്ന് പറഞ്ഞാലാണ് നമുക്കവിടെ ഇത്ര എമൗണ്ടാണ് വരിക, ഒരു പവൻ്റെ മുകളിൽ വരും അല്ലേ? എന്നാൽ ഇത് ഒന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സംഖ്യ മാറുന്നതിനനുസരിച്ച് ഇതും മാറും. മനസ്സിലായല്ലോ? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ സെല്ലിനെ സെലക്ഷൻ ചെയ്ത് വയ്ക്കാം, ഉത്തരം കിട്ടിയിട്ടുള്ള സെല്ലിനെ സെലക്ഷൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഡാറ്റയിൽ വാട്ട് ഇഫ് അനലൈസിസിൽ ഗോൾ സീക്ക് പ്രസ് ചെയ്യും.
ഓക്കെ. സെറ്റ് സെല്ല് ഈ സെല്ല് ടു വാല്യൂ എത്രയാണ് നമ്മളോട് എത്ര പറഞ്ഞിട്ടുള്ള കമ്പനി എമൗണ്ട് എത്ര പറഞ്ഞിട്ടുള്ളത് 39,446. ഓക്കെ. ബൈ ചേഞ്ചിങ് സെല്ല് ഏതാണ് ഈ സെല്ല്. മനസ്സിലായല്ലോ. അപ്പോൾ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉത്തരം അവിടെ പ്രിന്റ് ചെയ്യിച്ചു. കണ്ടോ, നമ്മൾ വേറെ ഹരിക്കാനൊന്നും പോയില്ല. മനസ്സിലായ? ഒന്നുകൂടെ പറയണ. അനലൈസിസിൽ പോവാം, ഗോൾസിക്ക് പ്രസ് ചെയ്യുക, സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ പകരം ഉപയോഗിക്കാവുന്ന വാല്യൂ. ഇപ്പോൾ 39,446 എന്നുള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്തു, 45,755 എന്നിട്ട് കൊടുത്തു. ബൈ ചേഞ്ചിങ് സെല്ല് ഏതാണ് ഈ സെല്ലാണ് അല്ലേ. 8 ഗ്രാം ഇപ്പോൾ 8 ഗ്രാം തന്നെയല്ലേ. സംഭവം മനസ്സിലായ? അപ്പോൾ വേറെ ചെറിയൊരു എക്സാമ്പിൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പറഞ്ഞാൽ മനസ്സിലാവും. ശമ്പളത്തിൻ്റെ കൂടെ ബോണസ് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് വിചാരിക്കാം. അപ്പോൾ കമ്പനി പറയുകയാണ് ഇപ്രാവശ്യം എല്ലാവർക്കും 10,000 രൂപ കൊടുക്കും. ഓക്കെ. ബോണസിൽ മാറ്റം വരുത്തിക്കോ എന്ന് പറയാം. സെലക്ഷൻ ചെയ്യാം, ഗോൾസിക്ക് പ്രസ് ചെയ്യാം, സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ 10,000 ബൈ ചേഞ്ചിങ് സെല്ല് ഏതാണ് ബോണസ്. മനസ്സിലായ? മറ്റേ എമൗണ്ട് 10,000 ആയി, ബോണസ് 2,155 റുപ്യ കൊടുത്താലാണ് അവൻ എന്തായി മാറുക, 10,000 രൂപ ആക്കാൻ മാറ്റി പറ്റുക. ക്ലിയർ ആണല്ലോ. അപ്പം എന്താണ് ഗോൾ സീക്ക് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ. ഇതിൻ്റെ വേറൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വേറെ വരുന്നുണ്ട് കേട്ടോ. EMI-യുടെ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഒരു വർക്ക് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡാറ്റ ടേബിൾ. അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ്. ഡാറ്റ ടേബിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ GST പലതരത്തിൽ GST അടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതായത് കൃഷി സംബന്ധമായിട്ടുള്ള അടക്കുന്ന GST 5% ഉള്ളൂ. അതേപോലെ തന്നെ കോമ്പൗണ്ട്, അതായത് ഫിക്സഡ് ആയിട്ട് അടയ്ക്കുന്ന, അതായത് ബില്ലൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിനൊക്കെ 6% GST അടയ്ക്കാം. പിന്നെ 12% അടയ്ക്കുന്നവരുണ്ട്, 18% അടയ്ക്കുന്നവരുണ്ട്, 24%, 32% ഒക്കെ അടയ്ക്കുന്നവരുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലത്തെ സ്റ്റേജുകളൊക്കെ പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് 100, 200, 300 ഒരു ടേബിൾ ചെയ്യാൻ പോവുകയാണ്. 400, 500, 600, 700 ഇത് എൻ്റർ ചെയ്ത് വലിച്ചാലും മതി. 800, 900, 1000. ഓക്കെ. ഇവിടെ ഞാൻ 10%, 20% എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു പേഴ്സൻറ്റേജും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇത് ചെയ്ത് മനസ്സിലായില്ലേ? ഓക്കെ. ഇവിടെ ഒരു സെല്ല് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? 100ൻ്റെ നേരെ മേലെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ഒരു സെല്ലോടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈക്വൽ ടു അവിടെ വെച്ചിട്ടായിരിക്കണം ഇക്വേഷൻസ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 100ൻ്റെ ഇപ്പുറത്തുള്ള സെല്ല് ഇൻറ്റു 10ൻ്റെ മേലുള്ള സെല്ല്. മനസ്സിലായില്ലേ? 100ൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സെല്ല് ഇൻറ്റു 10ൻ്റെ മേലുള്ള സെല്ല് കൊടുത്തിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇനി ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യുക. നേരെ ഡാറ്റയിൽ വാട്ട് ഇഫ് അനലൈസിസിൽ പോയിട്ട് നേരെ ഡാറ്റ ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ. എന്നിട്ട് റോ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലും, കോൾ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ മേലുള്ള സെല്ലും കാണിച്ചു. റോ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സെല്ലും, മറ്റേ സെല്ല് കോൾ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ മേലുള്ള സെല്ലും കാണിച്ചു കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്താൽ
നമ്മുടെ ഡാറ്റ ടേബിൾ ക്രിയേഷനായി. നോക്കിയേ നിങ്ങൾ, എന്തുണ്ടായത്? 100ൻ്റെ 10% 10. ക്ലിയർ അല്ലേ? 1000ൻ്റെ 40% കണ്ട 400. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5%, 6%, 12%, 18%, 36%, 42% അങ്ങനെയൊക്കെ കൊടുത്താൽ ഒരു 2,47,854 രൂപ അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ 5% വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ഇത്ര, 6% ആണെങ്കിൽ ഇത്ര അടയ്ക്കണം, 12% ആണെങ്കിൽ ഇത്ര. കണ്ട ഒറ്റ ടേബിളിൽ തന്നെ ഈ സാധനം ഡാറ്റ പ്രിന്റ് ചെയ്തണ്ട നിങ്ങൾ. ക്ലിയർ ആണല്ലോ? മക മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻഡുവിന് പകരം നിങ്ങൾ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ എത്ര ശതമാനം പ്രിന്റ് ചെയ്തിട്ടുള്ള ആൻസർ അതിലാണ് ഉണ്ടാവും. ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് എമൗണ്ടുകളാണ് പ്രിന്റ് ചെയ്യും. മനസ്സിലായില്ലേ? സാധാരണ രീതിയിൽ നമ്മൾ ഗുണിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക, എല്ലാം ചെയ്ത് നോക്കുക. അതായത് നമ്മൾ കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാങ്കിലൊരു സ്റ്റേറ്റ്മെൻറ്റ്, എച്ച് ലുക്കപ്പ്, സിനാരിയോ മാനേജർ, അതിൻ്റെ സമ്മറി കാണുന്ന വർക്കുകൾ, സബ് ടോട്ടലുകൾ, ഗോൾ സീക്ക്, ദെൻ ഡാറ്റ ടേബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ സാർ. അപ്പോൾ ഞാനെന്നാൽ റെക്കോർഡിംഗ് ഓഫ് ആക്കാം. ഒരു മിനിറ്റ്.